അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ബൽദ് വരെ പോയതാണ് കേട്ടോ. റമദാനിലെ ഇവിടുത്തെ തിരക്കാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. വൈകുന്നേരം മുതൽ പുലർച്ചെ 3 വരെ ഇവിടെ പല ടൈപ്സ് ഓഫ് ഫുഡ്സ്, ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഈ സ്ട്രീറ്റ് ഫുൾ ഓൺ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, ഫുൾ സൈലൻ്റ് ആണ്. ഇവിടെയുള്ള പല ബിൽഡിങ്ങുകളും പണ്ട് പുരാതന കാലങ്ങളിലെ കെട്ടിടങ്ങളാണ് കേട്ടോ. അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിട്ടോ. ഈ ബിൽഡിങ്ങുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ജനലും ബാൽക്കണീസും വാതിലും കൊണ്ട് തന്നെയാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഇത് പുറത്തുനിന്ന് നമുക്കൊന്നും ഉള്ളിലേക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എല്ലാം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം അതിലൂടെ ഒക്കെ കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ ഷോപ്പിൽ കയറി കേട്ടോ. കുറച്ച് ഡേറ്റ്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ഷോപ്പ് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഉള്ള എല്ലാ സാധനങ്ങളും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം ഞാൻ വലുത് പോകുമ്പോൾ ഈ ഷോപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡേറ്റ്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു വേറെ ഷോപ്പിൽ കയറി. ഇവിടെ ഫുള്ള് ഡ്രൈഡ് ഐറ്റംസും പിന്നെ ഹെന്ന പൗഡർ, സ്പൈസസ്, ഊത്, അത്ര അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ മിക്ക ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് കടകൾ കുറേ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള അറബ് സ്പൈസസ് ഇവിടെ കിട്ടും കേട്ടോ. ഹെന്ന പൗഡർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവിടെയുള്ള അറബിനോട് എല്ലാ ഭാഗവും ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ സാധനം വാങ്ങി ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം എന്നാൽ ശരി, ബൈ.